നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് കൂണിൻ്റെ വിത്താണ്. നമ്മൾ കൂണിൻ്റെ കൃഷി ചെയ്യുന്നുണ്ട്. കുമരകം കാർഷിക ഭവനിൽ നിന്നാണ് നമ്മൾ കൂണിൻ്റെ വിത്ത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ കൂണിൻ്റെ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നമ്മൾ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് കൂണിൻ്റെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഞങ്ങൾ ചെയ്യുന്ന ആ രീതികളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഇതിനു വേണ്ടി എനിക്ക് വേറെ ഒരു ചാനലുണ്ട്. അപ്പം നമ്മൾ അതിൽ ഇടുന്നതോടൊപ്പം തന്നെ ഇതിലും വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. ഇത് ഫോർമാലിനാണ്. കൂണിൻ്റെ ബെഡ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഈ ഫോർമാലിനും അതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റും കൂടെ ഉപയോഗിച്ച് കൂണിൻ്റെ ബെഡ് നമ്മൾ ഇടുന്ന റൂം അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് കൂണിൻ്റെ ബെഡ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. അപ്പം ഇത് നമ്മൾ ലാബോറട്ടറി കെമിക്കൽസൊക്കെ കിട്ടുന്ന കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇതാണ് നമ്മുടെ കൂണിൻ്റെ ഷെഡ്. ഇത് അറക്കപ്പൊടിയിൽ ചെയ്ത കൂണിൻ്റെ ബെഡാണ്. അറക്കപ്പൊടിയുടെ ബെഡിൽ നിന്നുള്ള കൂണാണ്. ഇത് കച്ചിയുടെ ബെഡിൽ നിന്നുള്ളതാണ്. അറക്കപ്പൊടിയുടെ ബെഡിൽ നിന്നുള്ള കൂണിനാണ് നമുക്ക് കിട്ടിയപ്പം കുറച്ചും കൂടെ വലിപ്പമുള്ളത്. ഇത് നാളെ എടുക്കാനാവത്തുള്ളൂ. അപ്പോൾ ഇത് നല്ല വലിപ്പമുള്ള കൂണാണ്. ഇതും അറക്കപ്പൊടിയുടെ ബെഡിൽ നിന്നുള്ളതാണ്. ഇതും നാളെ ആകുമ്പോഴത്തേക്കിനും, ഇന്ന് രാവിലെ എടുത്തത് ഒരു കുട പോലെ തന്നെ കുറേ വലിപ്പമുള്ളതായിരുന്നു. അപ്പം ഈ ബെഡിലേക്ക് തീരാറായതാണ്. ഇത് കച്ചിയിലെ ബെഡാണ്. ഇനിയിപ്പം നമുക്ക് അടുത്തത് ഈ ബെഡിൽ നിന്നൊക്കെയാണ് ഉണ്ടാകേണ്ടത്. ഇതിനിപ്പം 30-ാം തീയതി ഇട്ടതാണ്. 35 ദിവസം ആകുമ്പോഴാണ് അറക്കപ്പൊടിയുടെ ബെഡിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് കൂൺ വന്നത്. അപ്പം ഇത് 30-ാം തീയതി ഇട്ടതായതുകൊണ്ട് ഒരു 4-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനാണ് ഇതിൽ നിന്ന് വരാനായിട്ട് തുടങ്ങത്തുള്ളൂ. ഈ ബ്ലാക്ക് നെറ്റ് കൊണ്ട് ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ ഡാർക്ക് റൂം. ഈ മുറിയിൽ തന്നെ നമ്മൾ ഒരു ചെറിയ സ്പേസ് അതിന് വേണ്ടിയിട്ട് ഡാർക്ക് നെറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതാണ് ഡാർക്ക് റൂം. ഇതിനകത്ത് പെല്ലറ്റിനകത്ത് ചെയ്ത കുറച്ച് ബെഡ് മാത്രമേ കിടപ്പുള്ളൂ. ഇനി നമ്മൾ ഞായറാഴ്ചയാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിത്ത് കുമരകം കാർഷിക ഭവനിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം അവിടുത്തെ വിത്തൊക്കെ നല്ല വിത്താണ്. നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള എല്ലാത്തിൽ നിന്നും കൂണൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മൈസീലിയം സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ 25-ാം തീയതി ഇട്ടാണ് ഇതിലേക്ക് ഇത് നമ്മൾ 25-ാം തീയതി ഇട്ടാണ് മൈസീലിയം സ്പ്രെഡ് ചെയ്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുമൊക്കെ അതുപോലെ തന്നെയാണ്. ഇത് പെല്ലറ്റിനകത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ കാണിച്ചത് കച്ചിയുടെയും അറക്കപ്പൊടിയുടെയും ബെഡാണ്. ഇനി നമ്മൾ ചെയ്യുമ്പോഴത്തേന് ബാക്കിയുള്ളതെല്ലാം ഈ ഡാർക്ക് റൂമിലാണ്. നമ്മൾ 15 ദിവസം ഈ ഡാർക്ക് റൂമിലാണ് ഇടുന്നത്. അതിനുശേഷമാണ് നമ്മളതിനെ പുറത്തേക്ക് മാറ്റുന്നത്. അപ്പം ഈ ഡാർക്ക് റൂമിൽ ഇടുമ്പോൾ നമ്മളിതിന് നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡാർക്ക് റൂമിൽ നിന്ന് പുറത്തിറക്കി കഴിയുമ്പോൾ നമ്മളതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ നന്നായിട്ട് എയർ സർക്കുലേഷനും വെളിച്ചവും ഉണ്ടായിരിക്കണം. അപ്പം ഇത് അറക്കപ്പൊടിയുടെ ബെഡാണ്. ഇത് കച്ചിയുടെ ബെഡാണ്. ഇത് കച്ചിയുടെ ബെഡിൽ നിന്ന് ഇതിന് നമുക്ക് കുറേ കിട്ടിയതാണ്. ഇനി ഇതൊക്കെ തീരാറായിട്ടുണ്ട്. ഇതാണ് അറക്കപ്പൊടിയുടെ ബെഡ്. ഇതിൽ നിന്ന് വരാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ നിന്ന് എടുത്തത്. ഇതിൽ നിന്നൊക്കെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ വരാറായിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം ഇനി നമുക്ക് കിട്ടും. ഇവിടെ താഴെ ഒരെണ്ണത്തിലും വന്നിട്ടുണ്ട്. നമ്മൾ ഈ റൂമിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചാക്കൊക്കെ നനച്ച് താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ റൂമിൽ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുകൂടാതെ ഇവിടെ ഇങ്ങനെ ഒരു കൂളിംഗ് പാഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ മുകളിൽ നീല ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വേറെ ഷീറ്റുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഈ ബ്ലാക്ക് കളറിലെ സ്പോഞ്ച്, ഇവിടെ കാണുന്ന പോലത്തെ സ്പോഞ്ച് ഉണ്ട്. ഈ കാണുന്ന പോലത്തെ സ്പോഞ്ച് നമ്മൾ ആ ഷീറ്റിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ നീല പടുക നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചൂട് അങ്ങനെയൊക്കെയാണ് നമുക്ക് കുറേയൊക്കെ നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ എക്സോസ്റ്റ് ഫാന് അവിടെ ഒരെണ്ണമുണ്ട്. അത് വർക്കിംഗ് അല്ല. അതും കൂടെ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ അടുത്ത ബെഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഈ റൂമിനകത്ത് നമ്മൾ ഇതിന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പം അത് പണി തീർന്നു കഴിയുമ്പോഴത്തേക്കിന് കാണിച്ചു തരാം. അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.